ദൈവജനത്തിന്മേൽ ഈ കാലങ്ങൾക്കുമേ ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ. രണ്ട് കരങ്ങളിൽ നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കട്ടെ. വലിയ വിശ്വാസം ഏറ്റുപറഞ്ഞ മക്കളുടെ കുറിച്ച് പ്രാർത്ഥിക്കട്ടെ. വലിയ ആത്മാഭിഷേകത്തിൽ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവേ ദൈവശക്തിയെ ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധാത്മാവേ ദൈവശക്തിയെ ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ. പോലെ പെയ്തിറങ്ങി വാ. യേശുവിൻ ആത്മാവേ പരിശുദ്ധാത്മാവേ ഇറങ്ങി എന്നിൽ വാ. സൗഖ്യമായി ഇറങ്ങി എന്നിൽ വാ. സമാധാനമായി ഇറങ്ങി വാ. സൗഖ്യമായി ഇറങ്ങി എന്നിൽ വാ. സമാധാനമായി ഇറങ്ങി വാ. സൗഖ്യമായി ഇറങ്ങി എന്നിൽ വാ. പരിശുദ്ധാത്മാവേ ദൈവശക്തിയെ സൗഖ്യത്താത്മാവേ മഴ പോലെ പെയ്തിറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ. നിന്റെ പരിശുദ്ധ പുത്രന്റെ സഹന മരണങ്ങളുടെ യോഗ്യതകളിൽ അനേകരുടെ ഹൃദയങ്ങളിലേക്ക് നിന്റെ മകന്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിനെ അയച്ച ഈ ശുശ്രൂഷയിൽ ദൈവശക്തി വെളിപ്പെടണമേ കർത്താവേ. പരിശുദ്ധാത്മശക്തി വെളിപ്പെടണമേ കർത്താവേ. അനേകരുടെ ഹൃദയ വിചാരങ്ങളെ നീ ഈ നിമിഷം ഏറ്റെടുക്കണമേ കർത്താവേ. ആത്മാവിൽ എളിമയും അനുതാപവും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെ ഞാൻ സ്പർശിക്കും, ഞാൻ അനുഗ്രഹിക്കും. ഈശോയെ, ഈ നിമിഷം കാത്തിരിക്കുന്നവരുടെ മേൽ, വിശ്വസിക്കുന്നവരുടെ മേൽ, സ്വീകരിക്കുന്നവരുടെ മേൽ നിന്റെ വാഗ്ദാനം ഇറക്കണമേ. യേശു കർത്താവെന്ന, ദൈവമെന്ന, അധിപതിയെന്ന് വിശ്വസിച്ച ഈ നിമിഷം ആരാധിക്കുന്നവരുടെ മേൽ കർത്താവേ അങ്ങയുടെ വാഗ്ദാനം അയക്കണമേ. രോഗസൗഖ്യങ്ങൾ, ശാരീരിക സൗഖ്യങ്ങൾ, മനസ്സിന്റെ വേദനകൾ, മാനസിക പിരിമുറുക്കങ്ങൾ, ആകുലതകൾ, അസ്വസ്ഥതകൾ, ആഭിചാരത്തിന് തകർച്ചകൾ, തിന്മയുടെ വിടുതൽ മക്കളുടെ മേൽ സാധ്യമാക്കണമേ കർത്താവേ. അഭിഷേകത്തോടുകൂടെ പരിശുദ്ധാത്മകൃപയുടെ ശക്തിയില്, ദൈവവചനത്തിന്റെ അഭിഷേകത്തില് ഒരു ജനത്തെ നീ അങ്ങ് വിശുദ്ധീകരിക്കണ കർത്താവേ. നിമിഷം വചനത്തിലൂടെ ഏറ്റെടുക്കപ്പെടുന്ന വലിയ ആത്മാവിൻ്റെ ശക്തി സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കുന്നവനെ, അപേക്ഷകൾക്ക് ഉത്തരം കൊടുക്കുന്നവനെ, അങ്ങേ മക്കളുടെ അവിടുന്ന് യാചനകൾ സ്വീകരിക്കണമേ. ഞങ്ങളിവിടത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് ഈ നിമിഷം മുഴുവൻ മധ്യസ്ഥം വഹിക്കണമേ, സഹായകമായിരിക്കണമേ.
ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവാത്മാവിന്റെ നിറവിൽ നമുക്കെല്ലാവർക്കും ആയിരിക്കാം. സ്വസ്ഥാനങ്ങളിൽ ആയിരുന്നു കൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷ ദിനം നമുക്ക് ഓരോരുത്തർക്കും പരിപൂർണമായി ഇന്ന് ഈ ശുശ്രൂഷ ദിനം കർത്താവിൻ്റെ വലിയ പരിപാലനയിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളിന്ന് കടന്നു വന്ന ഈ തിരുവചനം നമ്മൾ അനുഭവിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം കേട്ടുകൊണ്ടെന്നല്ല, വചനം ശ്രവിച്ചുകൊണ്ടെന്നതിനേക്കാൾ ഉപരി ഇതാ ഈ കാലഘട്ടങ്ങളിൽ വചനം ജീവിതത്തിൻ്റെ അനുഭവവും സൗഖ്യവുമായിട്ട് സ്വീകരിക്കപ്പെടുന്ന ഒരു അവസരമായിട്ട് നമുക്കിന്ന് ഈ തിരുവചന ശുശ്രൂഷകളിലേക്ക് കടന്നു പോകാം. ദൈവം തൻ്റെ അവർണ്ണനീയമായ സ്നേഹം വെളിപ്പെടുത്തുന്നത് അവിടെ നിന്ന് നമുക്ക് നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എന്നതിലല്ല, മറിച്ച് ദൈവം അവിടുത്തെ അവർണ്ണനീയമായ പദ്ധതിയും സ്നേഹവും വെളിപ്പെടുത്തുന്നത് അവിടെ നൽകപ്പെട്ട വചനത്തിൻ്റെ ചുരുളഴിയുന്ന നിമിഷങ്ങളിലൂടെയാണ്. അതുകൊണ്ട് നമുക്ക് കർത്താവ് തരുന്ന ഈ നിമിഷത്തെ വളരെ ആത്മാർത്ഥമായി സ്വീകരിക്കാം. വളരെ സമർപ്പണത്തോടുകൂടെ, വളരെ സന്തോഷത്തോടുകൂടെ നമുക്കിന്ന് തിരുവചനം സ്വീകരിക്കാം. 119-ാം സങ്കീർത്തനത്തിൻ്റെ 116-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: കർത്താവേ, അങ്ങ് വചനമിറക്കിയപ്പോൾ എൻ്റെ കൂടാരങ്ങൾ തകർത്ത് ഞാൻ അങ്ങയുടെ കൃപയുടെ സമൃദ്ധി ഞാൻ സ്വന്തമാക്കി. കർത്താവേ, അങ്ങ് അവിടുത്തെ വചനത്തിൻ്റെ കെട്ടുകൾ അഴിച്ചപ്പോൾ ഞാനായിരുന്ന എൻ്റെ കൂടാരങ്ങൾ തകർത്തുകൊണ്ട് വലിയൊരു കൃപയുടെ സമൃദ്ധി ഞാൻ സ്വീകരിച്ചു. നമ്മൾ ഈ തിരുവചന ശുശ്രൂഷയിൽ ജീവിതത്തിൻ്റെ മുഴുവൻ തലങ്ങളെയും കർത്താവ് സ്വന്തമാക്കുന്നൊരു സമയമാണ് ഈ തിരുവചന ശുശ്രൂഷ സമയം. ജീവിതത്തിൻ്റെ മുഴുവൻ അവസ്ഥകളെയും നമ്മൾ എന്തായിരിക്കുന്നുവോ അവയെല്ലാത്തിനോടും കർത്താവ് ഇന്ന് സംസാരിക്കുന്ന സമയമാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വചനം സ്വീകരിക്കാം. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങൾ നമുക്കിന്ന് പ്രാർത്ഥനാപൂർവം കർത്താവ് പ്രത്യേകം അമിതം ഈ ശുശ്രൂഷാ ദിനം നമുക്ക് നൽകുന്ന വചനമായി നമുക്ക് സ്വീകരിക്കാം. നമ്മളെല്ലാവരും വായിച്ച് ധ്യാനിച്ചിട്ടുള്ള തിരുവചനമൊക്കെയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒത്തിരി തവണ കർത്താവിൽ നിന്ന് ഉത്തരം സ്വീകരിക്കാൻ സകലം നമ്മളെ സഹായിച്ചിട്ടുള്ള സുവിശേഷങ്ങളിലെ ഓരോ സംഭവങ്ങളും, വിശുദ്ധ സുവിശേഷങ്ങളിലെ ഓരോ ശുശ്രൂഷ വചനങ്ങളും നമുക്ക് ഉത്തരങ്ങളായി കർത്താവ് നമുക്ക് പകർന്നു തരുന്ന ഒരു സമയമാണ്. അതിന് ഒരേ ഒരു കണ്ടീഷനാണ് നമുക്കുള്ളത്, അതിനൊരേ ഒരു കാര്യമാണ് നമുക്കുള്ളത്: നിന്റെ സമർപ്പണം, നിന്റെ റെഡിനെസ്, നിന്റെ സന്നദ്ധത. ഈ വചനം വഴി നീ എന്തുമാത്രം കർത്താവിന് സന്നദ്ധയാകുന്നോ, നീ എന്തുമാത്രം കർത്താവിന് സംലഭ്യനായി മാറുന്നു. നമ്മൾക്ക് പലപ്പോഴും അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവവചനങ്ങളെ സൗകര്യങ്ങളിലേക്ക് നമ്മൾ എടുക്കുകയല്ല. കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ റെഡിനെസ്, നമ്മുടെ ഇതെന്നിൽ, ഈ വചനം എനിക്ക് ഞാൻ സമർപ്പിച്ചുകൊണ്ട്, ഈ വചനത്തിന് ഞാൻ എന്നെ തന്നെ സന്നദ്ധയാക്കി കൊടുത്തുകൊണ്ട്, ഈ വചനത്തിന് എന്നെ തന്നെ ഞാൻ സംലഭ്യയാക്കി മാറ്റിക്കൊണ്ട് ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഇടങ്ങൾ മാറ്റപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു വിചാരത്തോടും അങ്ങനെ ഒരു ധ്യാനത്തോടും കൂടെ നമുക്ക് കർത്താവിൻ്റെ വചനം സ്വീകരിക്കാം. ലൂക്കാ സുവിശേഷം 18-ാം അധ്യായം 16 മുതൽ. യേശു ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ
വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നുവെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. മുൻപേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. യേശു അവിടെ നിന്ന് അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. ലൂക്കാസ് സുവിശേഷം 18-ാം അധ്യായത്തിലെ നമുക്കറിയാം, ലൂക്കാസ് സുവിശേഷം 18-ഉം 19-ഉം അധ്യായങ്ങളൊക്കെ ഒരു വീണ്ടെടുപ്പിൻ്റെ കഥ പറയുന്ന ഒരു ഇടങ്ങളാണ്. ഒത്തിരിയേറെ മനുഷ്യര് കർത്താവായ ഈശോയെ കണ്ടുമുട്ടുകയും അവർ പരിപൂർണമായും കർത്താവിൻ്റെ സ്വന്തമാക്കി മാറ്റത്തക്ക വിധം ഒത്തിരിയേറെ നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കപ്പെടുന്ന ഒത്തിരി സംഭവങ്ങൾ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമാണ് ഈ അധ്യായങ്ങൾ. നമുക്കറിയാം, നമ്മളവിടെ കാണുന്നുണ്ട് സക്കേവൂസിനെ കണ്ടുമുട്ടുന്ന കർത്താവിനെ നമ്മൾ 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു സർവ്വസമ്പന്നനായ മനുഷ്യൻ കർത്താവിൻ്റെ അടുത്ത് വന്ന് കർത്താവിനോട് വാദപ്രതിവാദം ചെയ്ത് അവൻ ദൈവരാജ്യത്തിൻ്റെ മകനാക്കി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളൊരു അന്ധയാചകനെ നമ്മളിവിടെ കാണുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്ന ഏറ്റവും ഈശോ ഇങ്ങനെ ജെറൂസലേമിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ ജെറീക്കോയെ സമീപിക്കുമ്പോൾ നമ്മളിതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ജെറൂസലേമിലൂടെ കർത്താവ് കടന്നു പോകുമ്പോൾ ജെറീക്കോയെ സംബന്ധിച്ച് ഒരു പക്ഷേ കർത്താവ് കടന്നു പോകുന്ന ആ സ്ഥലത്ത്, ജെറൂസലേമിൽ കർത്താവ് കടന്നു പോകുമ്പോൾ ആരും തന്നെ ശ്രദ്ധിക്കാനില്ലാത്ത ഒരു സ്ഥലം ജെറീക്കോ, വിജാതീയമായ ഒരു സ്ഥലം. ഒരു പക്ഷേ കർത്താവിനെ ശ്രദ്ധിക്കുവാനോ കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ച് കേട്ടവരോ ആരുമില്ലാത്ത, കർത്താവിനെ ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരിടമാണ്. അവിടെയാണ് ഒരു മനുഷ്യൻ വളരെ കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നത്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ധ്യാന ചിന്തയാണ്. ഈശോ കടന്നു പോകുന്ന ഇടം കർത്താവിനെ തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു സ്ഥലമാണ്. അവിടെയാണ് ഒരു അന്ധയാചകൻ കർത്താവിൻ്റെ മുമ്പിലേക്ക് വരുന്നത്. അവൻ അന്ധനാണ്, അവനെ വചനം പറയുന്നു, അവൻ അന്ധനാണ്, അവൻ യാചകനാണ്. ഇതെല്ലാം യേശുവിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സൂചനകളാണ്. ദൈവത്തിൻ്റെ പുത്രനായ കർത്താവായ ഈശോയെ തിരിച്ചറിയുവാനും യേശുവിലേക്ക് കൊണ്ടെത്തിക്കുവാനും ഒക്കെ, പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ, ഞാൻ ആരാണെന്ന് എന്നെ ഡിഫൈൻ ചെയ്യുമ്പോൾ ചില ഡെഫിനിഷനൊക്കെ നമ്മളെ കർത്താവുമായിട്ട് ബിലോങ് ചെയ്യാറുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? അത് നമുക്കൊരു സന്തോഷകരമായ കാര്യം. വചനം പറയുകയാണ്, അന്ധയാചകനായിരുന്നു. ആ ഐഡന്റിറ്റി, ദർ ഇസ് സംതിങ് ടു ബിലോങ് ടു ക്രൈസ്റ്റ്, അല്ലേ? യേശുവിലേക്ക് ബന്ധിപ്പിക്കാനായിട്ട് അവനെക്കുറിച്ച് പറയുന്ന കാര്യമാണത്. അന്ധനാണ്, അവൻ യാചകനാണ്. അപ്പോൾ ഓൾറെഡി കർത്താവുമായിട്ട് ബന്ധപ്പെടാൻ സാധ്യതയുള്ള ഒരു പേഴ്സണാലിറ്റി. അവനെ ഈശോ കടന്നു പോകുമ്പോൾ ഇതെല്ലാം നമ്മൾ ധ്യാനിക്കണം. ഒരുപക്ഷെ ഈശോയെ ഇങ്ങനെ തിരിച്ചറിഞ്ഞാൽ, യേശുവിനെ ദാവീദിന്റെ പുത്ര എന്നാണ് അവൻ കർത്താവിനെ അഭിസംബോധന ചെയ്യുന്നത്. വളരെ മിറാക്കുലസ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് അവൻ കർത്താവിനെ വിളിക്കുന്നത്. ജെറീക്കോയിലൂടെ കടന്നു പോകുമ്പോൾ അന്ധനായ യാചകൻ ഈശോയെ വിളിച്ചു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ, അല്ലേ? കണ്ടോ, കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. ഇതിൽ നമ്മൾ ധ്യാനിക്കുന്നത് അവൻ അന്ധയാചകനാണ്. അവനെ നിർവചിക്കുമ്പോൾ തന്നെ യേശുവുമായിട്ട് അവൻ അടുത്ത് വരാൻ അവൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അവൻ ഈശോ അടുക്കലേക്ക് വരുവാനും അവൻ ഈശോയെ കണ്ടുമുട്ടുവാനും ഈശോ അവനെ സ്വന്തമാക്കുവാനും
അവനിൽ തന്നെ ദൈവത്തിന്റെ മഹത്വം കർത്താവ് ഒളിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാം, പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയെ അപ്രകാരം അവൻ അടുത്ത് വന്ന് കർത്താവിനെ വിളിക്കാൻ, കർത്താവിനെ സ്വന്തമാക്കാൻ തക്കവിധം നേരത്തെ ദൈവം അവനിൽ തൻ്റെ പ്രവർത്തികൾ നിക്ഷേപിച്ചിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വിശ്വാസ ജീവിതയാത്രയില് കർത്താവേ, ഇതൊരു വളരെ വലിയൊരു നമ്മുടെ ഒരു ബ്ലെസ്സിങ് ആണ് നമ്മുടെ ജീവിതത്തില്. കർത്താവിന്റെ അടുക്കലേക്ക് വരുന്നവരൊക്കെ കർത്താവുമായിട്ട് ബിലോങ് ചെയ്യാനായിട്ട്, കർത്താവുമായിട്ട് അങ്ങനെ ഒരു ബന്ധം കാണാൻ ഒരു കാരണമുണ്ടാവും. അത് ദൈവ മഹത്വം കർത്താവ് സൂക്ഷിക്കുന്നതാണത്. അവൻ ഒരു അന്ധനായിരുന്നു, അവനൊരു അന്ധയാചകനായിരുന്നു. നമ്മുടെ ജീവിതാവസ്ഥകൾ നമ്മൾ ഒരുപാട് കൃപയ്ക്ക് നമ്മളെ യോഗ്യരാക്കുന്നുണ്ട്. പ്രിയ സഹോദരരെ, ഇന്ന് തിരുസഭ മാതാവ് മഹാവിശുദ്ധയായ സെയിന്റ് ക്ലാരയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇന്ന് തിരുസഭ വിശുദ്ധ ക്ലാരയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ പുണ്യവതിയെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ ദാരിദ്ര്യമെന്ന മഹാപുണ്യം കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സമ്പന്നത ജീവിച്ച ഒരു മഹാവിശുദ്ധയാണ് വിശുദ്ധ ക്ലാര. ക്ലാരയെ ദൈവവുമായിട്ട് ബന്ധിപ്പിച്ചത് ദാരിദ്ര്യം എന്ന പുണ്യമാണ്. ഒരു 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു കൊച്ചു കുഞ്ഞിനെയുമായിട്ട് ഒരമ്മ, അതായത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെയുമായിട്ട്, ഒരു പെൺകുഞ്ഞിനെയുമായിട്ട് ഒരമ്മ നിരന്തരമായിട്ട് ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. അവൾക്ക് ജന്മം ചെയ്ത ആ കുഞ്ഞിന് പഠിക്കാൻ പോകാൻ മടിയാണ്. പഠിക്കാൻ പോകുന്നില്ല ആ കുഞ്ഞ്. അങ്ങനെ പലതവണ പ്രാർത്ഥിച്ചിട്ടും ചെറിയ മാറ്റങ്ങൾ വന്നെങ്കിലും വീണ്ടും ആ കൊച്ചിന് ആ പ്രശ്നം, ഈ ഒരു പ്രയാസം വന്നു. അങ്ങനെ ഈ അമ്മയും ഈ പിതാവും കുടുംബവും കൂടി ഇത് തങ്ങളുടെ ജീവിതത്തിൽ വേറെ ഒരു കുഴപ്പവും ആ കുടുംബത്തിനില്ല, സന്തോഷകരമായിട്ട് അപ്പനും അമ്മയും ഒക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ഞായറാഴ്ച വിശുദ്ധ ബലിയിലും ഒത്തിരി ധ്യാന ശുശ്രൂഷകളെ പങ്കെടുക്കുന്ന ഒരു കുടുംബമാണ്. ഇപ്പോൾ ആ കുടുംബം തുടർച്ചയായിട്ട് ശുശ്രൂഷയ്ക്കായിട്ട് വരുന്നുണ്ട്. അവരിങ്ങനെയാണ് പറയുക: ഞങ്ങൾക്ക് ദൈവം തന്ന ഈ വലിയ സഹനത്തെ പ്രതി ഞങ്ങൾ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണച്ചോ. എത്ര വിഷമങ്ങൾ ഉണ്ടായാലും, എത്രമാത്രം തകർച്ചകൾ ഉണ്ടായാലും കർത്താവിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ നടന്നുകൊണ്ട് ഇതവിടുത്തെ മഹത്വത്തിനായി ഞങ്ങളുടെ കുഞ്ഞ് സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒത്തിരി മാറ്റങ്ങൾ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ കാണാൻ തുടങ്ങി. ആദ്യം വന്ന കുഞ്ഞല്ല ഇപ്പോൾ ആ കുഞ്ഞ് ഒരുപാട് സന്തോഷവതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് നിങ്ങളോട് പറയാൻ കാര്യം, ഒത്തിരിയേറെ വേദനയോടുകൂടി കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാൻ മനസ്സായപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതവും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ കർത്താവ് ഒരുക്കുന്നത്. ഈശോ പറഞ്ഞില്ലേ, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഈശോ ഒരിക്കൽ പറഞ്ഞില്ലേ, ഇത് അവനിൽ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ അവൻ്റെ മഹത്വം നമ്മളെ തമ്പുരാനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ജീവിതത്തിന് ഒരുപാട് വിലയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞ മക്കളെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കാൻ നമ്മളെപ്പോഴും അഭിമാനം കൊള്ളണം. അത് ചിലപ്പോൾ വൻ സഹനങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലെ. ഞാനും എൻ്റെ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിൽ വൻ സഹനങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടാകും, വൻ തകർച്ചകൾ എൻ്റെ ജീവിതത്തിലുണ്ടാകും. എനിക്ക് ഒരുപാട് ഞാൻ അല്ലാതാകുന്ന വിധമുള്ള വേദനകൾ എൻ്റെ ജീവിതത്തിലുണ്ടാകും. അഭിമാനിക്കണം. അതിൽ നമ്മൾ ബലം കണ്ടെത്തണം. നമ്മൾ ഈ തിരുവചനം, ഞാൻ ഇന്ന് രാവിലെ ഈ തിരുവചനം വായിക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായ ഒരുപാട് ദൈവിക അനുഗ്രഹം ഈ വചനം വായിച്ചപ്പോൾ, ഇന്നിവിടെ വചനം പങ്കുവയ്ക്കുവാൻ ഈ തിരുവചന സുവിശേഷം വായിച്ചപ്പോൾ എന്നെ ശക്തിപ്പെടുത്തിയ മറ്റൊരു ചിന്തയെന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നമ്മൾ ഒരുപാട് നമ്മൾ എന്താ പറയുക, നമ്മൾക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് തിരസ്കരിക്കപ്പെടുന്നു എന്നുള്ള അവസ്ഥകൾ നമുക്കുണ്ടാകുമ്പോൾ എന്തും ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഈ അന്ധയാചകന്റെ സംഭവമായിട്ട് ഒന്ന് നിങ്ങൾ ഓർക്കുക.
നമ്മുടെ ജീവിതത്തിൽ കുറവുകളും നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളും നൊമ്പരങ്ങളുമൊക്കെ തമ്പുരാനുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള നല്ല പാലമാണ്. അത് നമ്മൾ ചിന്തിക്കുക. രണ്ടാമതായിട്ട് എനിക്ക് ഈ സുവിശേഷം വായിച്ചപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ ധ്യാനം എൻ്റെ മനസ്സിലേക്ക് വന്നത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തുമായിക്കൊള്ളട്ടെ, അതൊരു പക്ഷേ ദൈവത്തിൻ്റെ മുന്നിൽ കടന്നു വരുമ്പോൾ പോലും നമ്മൾ പരാജയപരമായ ചിന്ത നമുക്ക് തരുന്നതായിരിക്കാം. പക്ഷേ ഒരു പ്രോമിസ് കർത്താവ് ബിഹൈൻഡ് ദ കർട്ടൻ, ബിഹൈൻഡ് ദ തിങ്സ്, അതിന് പിന്നിൽ കർത്താവ് ഒരു മഹാരഹസ്യം ഒളിപ്പിക്കുന്നുണ്ട്. അത് വളരെ മനോഹരമായ ഒരു ദൈവരാജ്യത്തിൻ്റെ കണ്ടെത്തലാണ്. എന്താണെന്നറിയാവോ? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തുമായിക്കൊള്ളട്ടെ, ഒരു കാര്യം കർത്താവ് ഒളിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയാവോ? എനിക്ക് മറ്റെന്തിനേക്കാളും നിന്നെ കരുതലുണ്ട്. എനിക്ക് മറ്റെന്തിനേക്കാളും നിന്നോട് കരുതലുണ്ട്. നീ എൻ്റെ കൈവെള്ളയിലിരിക്കണം. മറ്റെന്തിനേക്കാളും നമ്മളെക്കുറിച്ച് കർത്താവിനോട് താല്പര്യമുണ്ട്. മറ്റെന്തിനേക്കാളും ഇതൊരു പ്രോമിസ് കൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ. എന്ത് സംഭവിച്ചാലും ചിലപ്പോൾ നമുക്കറിയാം നമ്മുടെ എല്ലാ പദ്ധതികളും ഒരുപോലെ വിജയിക്കണമെന്നില്ല. താളം തെറ്റലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അവിടെ നമ്മൾ എനിക്കെൻ്റെ ജീവിതത്തിൽ പലപ്പോഴും തോന്നാറുണ്ട്, ശരി, പക്ഷേ ഒരു കാര്യം ഒത്തിരി പ്രാർത്ഥിച്ച് ചെയ്തിട്ടും റിസൾട്ട് ഭയങ്കര മോശമായി പോയി. അങ്ങനെ പലപ്പോഴും വരാറുണ്ട്. പക്ഷെ അത് വേറൊരു കാര്യത്തിൻ്റെ മഹത്വത്തിനായിട്ട് കർത്താവ് ഒരുക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പറഞ്ഞറിയിക്കാനാവാത്തൊരു കരുതൽ നിന്റെ മേലുണ്ട്. മാനുഷികമായ ഒരു കാര്യം മനോഹരമായി നമ്മൾ പ്ലാൻ ചെയ്ത് അവിടെ ഒരു പരാജയമുണ്ടായി. അപ്പോൾ ചോദിക്കും, കർത്താവേ, അതങ്ങനെ സംഭവിക്കരുതായിരുന്നല്ലോ. നാളെ തമ്പുരാൻ അതിലും മഹത്തായ ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്ത് കാണിച്ചു തരും. പറഞ്ഞ ഇത് കർത്താവിൻ്റെ ഒരു ഭയങ്കര പരിപാലനയാണ്. ഇനി ഇതെന്താണ് പറയാൻ കാര്യം? ഇത് തമ്പുരാനുമായിട്ട് നമ്മളെ ഒരുപാട് ബന്ധിപ്പിക്കുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇതൊരു പരമകൃപയാണ്. ഇതൊരു വലിയ സത്യമാണിത്. ഇതൊരു വലിയ ദൈവരാജ്യത്തിന്റെ ആനന്ദമായി നമ്മൾ എടുക്കണം നമ്മുടെ ജീവിതത്തിൽ. ഒരു വലിയ ദൈവരാജ്യത്തിന്റെ കർത്താവ് എത്ര ശക്തമായി നമ്മളെ കരുതുന്നെന്നറിയാമോ? തമ്പുരാൻ നമ്മൾ ഈ അന്ധയാചകൻ, നമ്മൾ ആദ്യം വായിച്ച തിരുവചനത്തിൽ നമ്മൾ ആഴമായിട്ട് ധ്യാനിക്കുകയാണ് അല്ലെ. അവൻ ജെറീക്കോയിലൂടെ പോകുന്ന കർത്താവ്, തികച്ചും വ്യത്യസ്തമായ ആരും തന്നെ വിളിക്കാനോ തിരിച്ചറിയാനോ കഴിയാത്ത വിധമുള്ള ഇടം. അവിടെ ഒരു അന്ധയാചകൻ കർത്താവുമായിട്ട് വളരെയധികം ബന്ധപ്പെടാൻ ദൈവം മഹത്വം കൊടുത്തൊരു മനുഷ്യനെ കർത്താവ് അവിടെ കൊണ്ടുവരികയാണ് അല്ലെ. പിന്നെ ആ സംഭവത്തിൽ മുഴുവൻ നമ്മൾ കടന്നു പോകുമ്പോ ദൈവം അവനിൽ സ്ഥാപിച്ചതെല്ലാം അല്ലെ, കർത്താവ് അവനിൽ ദൈവത്തിന്റെ മഹത്വത്തിനായി നിക്ഷേപിച്ചതെല്ലാം കർത്താവ് അവന് തുറന്നു കൊടുക്കുകയാണ്. കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഞാൻ നിനക്ക് വേണ്ടി ഇതൊരു വളരെ വളരെയധികം ഇന്റിമസി ആയിട്ടുള്ള ഒരു ഇടപെടലാണ് കർത്താവിൻ്റെത് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ കർത്താവ് അവനെ കണ്ട് മനസ്സിലാക്കിയതുപോലെ അല്ലെ, വളരെ ഒരു ഡിസ്റ്റന്റീവായിട്ടൊന്നുമല്ല, വളരെ അടുത്ത, വളരെ ഇന്റിമസിയിലാണ് കർത്താവ് നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നീ എൻ്റെ കൃപയുടെ ഇടയിലാണ് നീ വസിക്കുന്നത്. അതെ, എൻ്റെ പദ്ധതികളിൽ നീ വസിക്കുന്നവനാണ്. ഞാൻ നിനക്ക് ഇത് ചെയ്തു തരാൻ നീ എൻ്റെ വിളിയോട്, എൻ്റെ തിരഞ്ഞെടുപ്പിനോട് നീ അത്ര അടുത്താണ്. സ്നേഹമുള്ളവർ, നമ്മൾ ഈ അത്ഭുതങ്ങള്, വിശുദ്ധ ബൈബിളിലെ അത്ഭുതങ്ങൾ വായിക്കുമ്പോൾ ഒരു എക്സിസ്റ്റൻഷ്യൽ ഗ്രേസ്ഫുൾനെസ് നമ്മളിൽ ഇത് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ അത്ഭുതം, പ്രത്യേകിച്ച് മർക്കോസ് വിശേഷങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് മർക്കോസ് വിശേഷങ്ങൾ അത്ഭുതങ്ങളുടെ ഒരു വലിയ വിവരണമാണ്. ഈശോ ഓരോ അത്ഭുതങ്ങളിലും 2 കാര്യങ്ങളാണ് മർക്കോസിലൂടെ നമുക്ക് കർത്താവ് തരുന്നത്. ഒന്ന്, വിശ്വാസത്തിന്റെ അതിശക്തമായ പ്രഘോഷണം. 2, കർത്താവ് ഇറക്കുന്ന മഹത്വം.
ദൈവത്തിൻ്റെ ശക്തി അപരിമേയാംവിധം പ്രഖ്യാപിക്കുന്ന സുവിശേഷം. യേശു ദൈവപുത്രനാണെന്ന് ആത്മാവിൻ്റെ ശക്തിയാൽ പ്രഖ്യാപിക്കുന്ന സുവിശേഷമാണ് മർക്കോസ് സുവിശേഷം എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രകടനവും ദൈവത്തിൻ്റെ അവർണ്ണനീയമായ ശക്തിയുടെ വെളിപ്പെടുത്തലും കൂടെ കണ്ടുമുട്ടുന്ന ഒരു മനോഹരമായ ജംഗ്ഷനാണ് ഈ സുവിശേഷം. നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഭയും സ്വർഗത്തിൻ്റെ കൃപയും തമ്മിലുള്ള കണ്ടുമുട്ടൽ അതിശക്തമായ ഒരു കണ്ടുമുട്ടലാണ് മർക്കോസ് സുവിശേഷം. ദൈവശക്തി അതിശക്തമായി കടന്നു വരുന്ന സുവിശേഷമാണ് മർക്കോസ് സുവിശേഷം. ഇവിടെ ഈ മർക്കോസ് സുവിശേഷം ഈ സംഭവം നമ്മളിപ്പോൾ വായിച്ച ലൂക്കാ സുവിശേഷമാണ് അച്ഛൻ പറഞ്ഞ. മർക്കോസിൽ ഇത് നമ്മൾ ശക്തമായിട്ട് കാണുകയാണ്. പക്ഷെ ലൂക്കായിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കർത്താവ് ഇവിടെ ഈ അന്ധയാചകനായ മനുഷ്യനെ ദൈവത്തിൻ്റെ മഹത്വം ഒരുക്കിക്കൊണ്ട് അവനെ അനുഗ്രഹത്തിന് ഒരുക്കുകയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പറഞ്ഞു വന്ന പ്രിയ സഹോദരങ്ങളെ, ഈ അത്ഭുതത്തിലൂടെ ഈ അന്ധയാചകന്റെ വാക്കിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മനസ്സിലാവുന്ന കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ തകർന്ന അവസ്ഥകൾ, വേദനിക്കുന്ന അവസ്ഥകൾ ഒക്കെ കർത്താവിൻ്റെ പക്കലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കണം, ഇത് എൻ്റെ കർത്താവുമായിട്ട് എനിക്ക് ബന്ധപ്പെടുവാനായിട്ട്, എനിക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന പദ്ധതിയെക്കുറിച്ച്, എന്നെക്കുറിച്ചുള്ള തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അതിയായി സന്തോഷിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുകയാണ്. ഈശോനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? സുവിശേഷങ്ങളിൽ വളരെ വളരെ ലഘുവായ ഇടങ്ങളിൽ മാത്രം കണ്ടുമുട്ടുന്ന കർത്താവിൻ്റെ ഒരു പ്രത്യുത്തരമാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ എൻ്റെ സൗഖ്യത്തിൽ നിന്നും ഒരിക്കലും അകലെയല്ല എന്നാണ് അർത്ഥം. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഈ അനുഗ്രഹത്തിൽ നിന്ന് നീ ഒരിക്കലും അകലെയല്ല എന്നാണ്. ബൈബിൾ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വെക്കും, ഇത് കർത്താവിൻ്റെ മറ്റൊരു കാറ്റഗറി ഡിസൈപ്പിൾഷിപ്പിൽ വരുന്നവരാണ് ഇവരൊക്കെ. പത്രോസും യാക്കോബും യോഹന്നാനും നീണ്ട നിരയിൽ നിന്നും കർത്താവിൻ്റെ മറ്റൊരു ശിഷ്യത്വത്തിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. നമ്മൾ ഈ കാണുന്ന ആരാണ്? അന്ധയാചകനായ മനുഷ്യൻ, 10 കുഷ്ഠരോഗികളിൽ സൗഖ്യം പ്രാപിച്ച തിരിച്ചു വന്ന ഒരാൾ. ഇത് മറ്റൊരു കർത്താവിൻ്റെ ലവിങ് കാറ്റഗറിയാണ്. ഇവിടെ ഈശോ ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നീ എൻ്റെ അനുഗ്രഹത്തിൻ്റെ, ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതും. നമ്മുടെ ജീവിതത്തിൽ പലയിടത്തുമൊക്കെ പരാജയങ്ങളിൽ നമ്മൾ കർത്താവിൽ സങ്കടപ്പെടുമ്പോൾ, ചില കാര്യങ്ങളിൽ നമുക്ക് അനുഗ്രഹം കിട്ടാതെ പോകുന്നതിനെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടുമ്പോൾ, ചില ഇടങ്ങളിൽ നമുക്ക് പ്രതീക്ഷിച്ച വിജയം കിട്ടാതെ പോകുന്ന അവസരങ്ങളിലൊക്കെ കർത്താവ് നമ്മോട് പറയുന്നുണ്ട്, നീ ഒരിക്കലും സംശയിക്കരുത്, നീ ഒരിക്കലും അതിനെക്കുറിച്ച് പരാതി പറയരുത്, നീ ഒരിക്കലും അതിനെക്കുറിച്ച് പരിഭവപ്പെടരുത്. എന്തെന്നാൽ നീ എൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിലാണ്, നീ എൻ്റെ അനുഗ്രഹത്തിൻ്റെ കൂടാരത്തിലാണ്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, യേശുവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം എന്ന് പറയുമ്പോൾ ഇത് ഒരു ശാരീരികമായ ആവശ്യമാണ്. അവൻ യേശുവിനോട് ശാരീരികമായ ഒരു സൗഖ്യമാണ് കർത്താവിനോട് അവൻ ആവശ്യപ്പെടുന്നെങ്കിലും അതിന് പിന്നിൽ സുവിശേഷകന്മാർ പറയും, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം, എനിക്ക് ഒരു പുതിയ ആത്മീയ മനുഷ്യനായി വരണം, എനിക്കൊരു പുതിയവനായി കർത്താവെ നിന്റെ കൂടെ വരണം. സ്നേഹമുള്ളവരെ, അവൻ തൻ്റെ ജീവിതത്തിൻ്റെ രോഗാവസ്ഥയെ കർത്താവിൻ്റെ പക്കലേക്ക് കൊടുക്കുമ്പോൾ കർത്താവ് അവൻ്റെ ഭൗതിക ആത്മീയ ജീവിത തലങ്ങളെ മുഴുവൻ കർത്താവിന് സ്വന്തമാക്കി കർത്താവ് എടുക്കുകയാണ്. അതുകൊണ്ടാണ് അവസാനത്തെ ഭാഗത്ത് നമ്മൾ വായിക്കുക, അവന് സൗഖ്യം കിട്ടി, അവൻ കർത്താവിൻ്റെ പുറകെ പോയി. ഈ അന്ധയാചകനായ മനുഷ്യനിൽ 3 കാര്യങ്ങൾ നമുക്ക് ഈ കൊച്ചു ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, കർത്താവും ഞാനുമായി ബിലോങ് ചെയ്യാനായിട്ട് എൻ്റെ ദൈവം എനിക്ക് തന്ന കുറവുകളെ ഞാൻ എല്ലാ സമ്പാദ്യമായിട്ട് കാണുക, ഒരിക്കലും സങ്കടപ്പെടരുത്. താളം തെറ്റുമ്പോഴും വീണ് പോകുമ്പോഴും എനിക്കത്
സുവിശേഷം നമുക്ക് തരുന്ന പ്രോമിസ് എപ്പോഴും വീഴ്ചയാണ്. വീഴ്ചയിൽ നിന്നേ നമുക്ക് മഹത്വം ഉണ്ടാവുകയുള്ളൂ. നമുക്കൊരു വീഴ്ചയും നമുക്കൊരു പരാജയം കർത്താവ് തന്നിട്ടുണ്ട്. ദാറ്റ്സ് എ പ്ലാറ്റ്ഫോം ഫോർ യു ടു ബിലോങ് ടു ഹിം. അത് നമുക്കുള്ളൊരു പ്ലാറ്റ്ഫോമാണ് കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാനുള്ളത്. അത് മഹത്വത്തെ കാണാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക്. നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തത് നമ്മുടെ ഈ വീഴ്ച, നമ്മുടെ അന്ധയാചകൻ, ഭിക്ഷയാചിക്കുന്നവൻ, അല്ലെ, രോഗത്തിൻ്റെ വേദനയുള്ള, കുടുംബ തകർച്ചയിലൂടെ കടന്നു പോകുന്ന, ബാധ്യതയിലൂടെ കടന്നു പോകുന്ന, മക്കളുടെ പ്രയാസം കടന്നു പോകുന്നത്. ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം ഫോർ യു ടു ബിലോങ് ടു ഹിം. ആ കർത്താവുമായിട്ട് ബന്ധപ്പെടുവാനുള്ള ഇടമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ഒന്നാമത്തെ നമ്മുടെ വിശ്വാസ ദർശനം അതാണ്. അവിടെ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുവാനുള്ള എൻ്റെ പ്ലാറ്റ്ഫോമാണ്. ഞാൻ അതിൽ അഭിമാനിക്കുന്നു, ഞാൻ അതിൽ സന്തോഷം കൊള്ളുന്നു. രണ്ടാമതായിട്ട് there is always an intimacy to take you to his grace. അതായത് കർത്താവ് വെറുതെ അല്ല നിന്നെ കൊണ്ടുപോകുന്നത്. God has got a loving plan for you to take you to his will. അതായത് ഏറ്റവും സന്തോഷകരമായ പദ്ധതിയാണ് നിന്നെക്കുറിച്ച് കർത്താവിനുള്ളത്. അവിടുത്തെ പദ്ധതിയിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ. രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്ന ധ്യാനം അതാണ്. എന്താണ്? കർത്താവിന് വെറും ഒരു ചെറിയ കാര്യമല്ല, ഏറ്റവും ആനന്ദവും സന്തോഷവും സ്നേഹസമ്പന്നവുമായ പദ്ധതിയാണ് മകനെ, മകളെ, നിന്നെക്കുറിച്ച് ഉള്ളത്. ഞാൻ ആ മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞ പോലെ തങ്ങളുടെ കുഞ്ഞിൻ്റെ വേദനയെക്കുറിച്ച് അവർ ഒരിക്കലും വേദനിക്കുകയല്ല, കുറവിനെ കുറിച്ച് വേദനിക്കുകയല്ല, മറിച്ച് മേക്ക് ഇറ്റ് ആസ് എ എന്താ പറയുക, ഒരു കർത്താവിൻ്റെ മഹത്വത്തോടെ ജീവിക്കാനുള്ള ഒരു സന്തോഷത്തിൻ്റെ വിളിയായിട്ട് ആ കുടുംബം അതിനെ കാണുകയാണ്. നമുക്കറിയാം, ഇന്ന് സെയിൻറ്റ് ക്ലെയറിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോഴും ദാരിദ്ര്യമെന്ന പുണ്യം കൊണ്ട് കർത്താവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ ആനന്ദം ഭൂമിയിലേക്ക് വിളിച്ചു വരുത്തിയ വിശുദ്ധ ക്ലാര പുണ്യവതി എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്ലാൻ ഒരിക്കലും നമ്മളെ തള്ളിക്കളയുന്ന പ്ലാനല്ല, നമ്മളെ എടുത്ത് മാറ്റുന്ന പ്ലാനല്ല, നമ്മളെ തിരസ്കരിക്കുന്ന പ്ലാനല്ല കർത്താവിൻ്റെത്. മറിച്ച് നമ്മളെ കൃപയ്ക്ക് മേൽ കൃപ ഇറക്കി നമ്മളെ പിടിച്ചു നിർത്തുന്ന പ്ലാനാണ് കർത്താവിൻ്റെത്. അപ്പോൾ രണ്ടാമത്തേത്. മൂന്നാമതായിട്ട് നമ്മൾ വരുമ്പോൾ അവന് കാഴ്ച വീണ്ടുകിട്ടി, അവൻ കർത്താവിൻ്റെ പുറകെ പോയി. സോ എല്ലാം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കുമ്പോഴും അവസാനമായിട്ട് നമ്മളെ കർത്താവ് ചേർത്ത് നിർത്തുന്നത് എന്ത് കാര്യത്തിൻ്റെ മേലായിരിക്കും? സ്നേഹമുള്ളവരെ, അവിടുന്ന് തന്നെയാണ് നമുക്ക് വേണ്ടി ഇത് ചെയ്തു തന്നതെന്നുള്ള തിരിച്ചറിവിൽ നമുക്ക് കർത്താവിനെ എന്നും മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യം നമുക്ക് പരാജയപ്പെട്ടപ്പോൾ മറ്റൊരു കാര്യം കർത്താവ് അതിൽ അതിമഹത്വത്തിനായി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കാര്യം മാത്രമാണ്. അവിടെ നിലനിന്നുകൊണ്ട് നമ്മൾ ജീവിക്കാനായിട്ട് വചനം അവസാനം നമ്മൾ ഈ സുവിശേഷ ഭാഗം മർക്കോസിലേക്ക് വരികയാണെങ്കിൽ മർക്കോസ് പറഞ്ഞേക്കും, ദെൻ ഹി ഫോളോഡ് ക്രൈസ്റ്റ് വിത്ത് എ ലൈഫ് കമ്മിറ്റ്മെന്റ്. എന്താണ്? അവന് സൗഖ്യം കിട്ടിയ ബെർത്തിമ്യൂസ്, ഇത് ബെർത്തിമ്യൂസിന്റെ സംഭവമായിട്ടാണ് പറയുന്നത്. അവിടെ സൗഖ്യം കിട്ടിയ അന്ധയാചകൻ ഹി ഫോളോഡ് ജീസസ് വിത്ത് എ ലൈഫ് കമ്മിറ്റ്മെന്റ്. അവൻ കർത്താവിനെ എന്നേക്കുമായി അനുഗമിച്ചു. അവൻ ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ വചനം പറയുകയാണ്, 41-ാമത്തെ വചനം, തൽക്ഷണം അവന് കാഴ്ച കിട്ടി, അവൻ ദൈവത്തെ മഹത്വ കൊടുത്തുകൊണ്ട് യേശുവിന്റെ പിന്നാലെ പോയി. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അവന് കാഴ്ച വീണ്ടും കിട്ടി, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ പിന്നാലെ പോയി. ഹി ഫോളോഡ് ക്രൈസ്റ്റ് വിത്ത് എ ലോങ് ലൈഫ് കമ്മിറ്റ്മെന്റ്. എന്നേക്കുമായി കർത്താവിന്റെ പുറകെ അവൻ പോയി. അവൻ കർത്താവിന്റെ മഹത്വം കണ്ടുകൊണ്ട് കർത്താവിന്റെ പുറകെ പോയി. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ തിരുവചനത്തിലൂടെ കടന്നുപോയി ഈ ചെറിയ ധ്യാന ചിന്ത നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയൊരു ആത്മബലം നൽകട്ടെ എന്ന് പ്രത്യേകമാംവിധം ആശംസിക്കുകയാണ്. നമ്മൾ കർത്താവിന്റെ തിരുസന്നിധി കടന്നു വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അസ്തമിക്കാത്ത ഒരു ആത്മബലമായി നമ്മളിൽ അവശേഷിക്കണം. ഓരോ പ്രാർത്ഥനയും നമ്മൾ സംഭരിച്ചു വയ്ക്കുന്ന ഒരു വലിയ സംഭരണമാണ് നമ്മുടെ ഓരോ പ്രാർത്ഥനയും. എന്തിനു വേണ്ടിയുള്ള? ഈ ദൈവരഹസ്യങ്ങളുടെ ആത്മാവിൽ പിടിച്ച ശക്തിപ്പെട്ട് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. ഈ തിരുവചനത്തിലൂടെ വലിയ പരിശുദ്ധാത്മാവിൻ്റെ കൃപ
കർത്താവേ, എനിക്കുള്ള കുറവുകൾ ഞാൻ ഇപ്രകാരമാണെന്ന് ഞാൻ എന്നെക്കുറിച്ച് പറയുമ്പോഴും ആ ഇടങ്ങളെല്ലാം എൻ്റെ കർത്താവുമായിട്ട് എനിക്ക് ചേർത്ത് വയ്ക്കുവാനുള്ള സ്വർഗീയ കൃപയാണതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. അത് സ്വർഗീയ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ മക്കൾ ഇങ്ങനെയാണ്, എനിക്കിത് സാധ്യമാകുന്നില്ല, ഞാൻ എന്തുമാത്രം വിലപിക്കുന്നു, ഞാൻ എന്തുമാത്രം വേദനിക്കുന്നു, ഞാൻ എന്തുമാത്രം വ്യസനിക്കുന്നു. ഇതെല്ലാം ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം ഫോർ മീ. ഇതെനിക്ക് വേണ്ടിയുള്ള ഇടമാണ് എൻ്റെ കർത്താവിനോട് ബന്ധിപ്പിക്കുവാനായിട്ട്. അവൻ ജെറീക്കോയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു അന്ധയാചകൻ, അതാണ് അവൻ്റെ പ്ലേസ്. അവൻ കർത്താവിന് മുമ്പിൽ വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് കർത്താവേ, തകർന്നവൾ, ഉത്തരം കിട്ടാത്തവൾ, പ്രത്യാശയില്ലാത്തവൾ. ഇതെല്ലാം കർത്താവിനോട് ചേർത്ത് വയ്ക്കാനുള്ള നിന്റെ ബന്ധത്തിൻ്റെ സാധ്യതകളാണ് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ കൃപയെ ഓർത്ത് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ വചനം ഞങ്ങളെ കൂടുതൽ ബലപ്പെടുത്തട്ടെ. ഒരു വലിയ ആരാധനയുടെ ഗാനം ദൈവത്തിന് കർത്താവ് എല്ലാം മഹത്വവും കൊടുത്തുകൊണ്ട് അവൻ ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട്, കർത്താവിന് സൗഖ്യം സ്വീകരിച്ചുകൊണ്ട് അവൻ കർത്താവിനെ പരിപൂർണമായി അനുധാവനം ചെയ്തു. കർത്താവായ യേശുവേ, ഈ നിമിഷം ഈ വചനം വഴി ഞങ്ങൾക്ക് ലഭിച്ച ഈ വലിയ ആത്മാവിൻ്റെ വചനങ്ങള്, ആത്മാവിൻ്റെ വാക്കുകള് ഞങ്ങളെ ജ്വലിപ്പിക്കണേ കർത്താവേ. കണ്ണുനീരോടെയാണ് ഞങ്ങൾ വിതയ്ക്കുന്നതെങ്കിലും സന്തോഷത്തോടെ കൊയ്യുമെന്ന് പഠിപ്പിച്ച കർത്താവേ, ഒത്തിരി കണ്ണുനീരോടും ഒത്തിരി സംശയങ്ങളോടും ഒത്തിരി തകർച്ചകളോടും എൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് ഞാൻ വരുമ്പോഴും എൻ്റെ തകർച്ചകളും കണ്ണുനീരുകളും എൻ്റെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ച കൃപയ്ക്ക് വേണ്ടിയുള്ള കരുതലുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നപ്പാ. സ്തുതിക്കട്ടെ കർത്താവിനെ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ കർത്താവിനെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. മഹത്വം, മഹത്വം, മഹത്വം. കർത്താവായ ഈശോയെ, പരിപാലനയ്ക്ക്, സംരക്ഷണത്തിന്, കരുതലിന് തുറന്നു നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു ഈശോയെ. എല്ലാവരും ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേലെ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേലെ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേലെ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേലെ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. യെശയ്യാ-ജാരിയ-യെസക്കിയേലും പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി. യെശയ്യാ-ജെറമിയ-യെസക്കിയേലും പ്രവചിച്ചതെല്ലാം പൂർത്തിയായി. ഓജോയൽ പ്രവാചകൻ വഴി അരുളി ചെയ്തു, പരിശുദ്ധാത്മാവിൽ നിറയും നിങ്ങൾ. ജോയൽ പ്രവാചകൻ വഴി അരുളി ചെയ്തു, പരിശുദ്ധാത്മാവിൽ നിറയും നിങ്ങൾ. ഓ നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേലെ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേലെ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ.
എല്ലാവരും ദൈവത്തിന്റെ വാഗ്ദാനം എല്ലാ മക്കളും പാപവും രോഗവും അശുദ്ധിയല്ല, ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. പാപവും രോഗവും അശുദ്ധിയല്ല, ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാവല്യവും അവിടുന്നു നീക്കിയല്ലോ. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാവല്യവും അവിടുന്നു നീക്കിയല്ലോ. ഓ നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യർക്കുമേലെ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യർക്കുമേലെ ആവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ. ഓ നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ നിറയണമേ. ദാനങ്ങളും വരങ്ങളുമേ നിറയ്ക്കണമേ നിറയ്ക്കണമേ. ദാനങ്ങളും വരങ്ങളുമേ നിറയ്ക്കണമേ നിറയ്ക്കണമേ. രോഗസൗഖ്യം ആത്മശക്തി നിറയ്ക്കണമേ നിറയ്ക്കണമേ. രോഗശക്തി ആത്മധൈര്യം നിറയ്ക്കണമേ നിറയ്ക്കണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ നിറയണമേ നിറയണമേ. ദാനങ്ങളും വരങ്ങളുമേ നിറയ്ക്കണമേ നിറയ്ക്കണമേ. ആത്മാവിറങ്ങി വന്നു മനുഷ്യർക്കുമേലെ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യർക്കുമേലെ ആവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ,
നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവിൽ നിറയണമേ. ഈശോയെ, വചനം വഴി ആത്മാവിന്റെ തുറവ് ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. വചനം വഴി ആത്മാവിന്റെ ശക്തി ഞങ്ങൾക്ക് നൽകണേ കർത്താവേ. എൻ്റെ വചനം ആത്മാവിന് ശക്തിയും എൻ്റെ പാദങ്ങൾക്ക് വിളക്കും എൻ്റെ രക്ഷയ്ക്ക് കാരണമായി തീരണ കർത്താവേ. ഞാൻ എന്തെല്ലാം മനസ്സോടുകൂടെ, ഞാൻ എന്തെല്ലാം തകർന്ന അവസ്ഥകളോടുകൂടെ, ഞാൻ എന്തെല്ലാം വിചാര വികാരങ്ങളോടുകൂടെയാണ് ഈശോയെ ഈ നിമിഷം വന്നിരിക്കുന്നത്. ഈ വചനം കൊണ്ട് എന്നെ നീ സുഖപ്പെടുത്തിക്കൊണ്ട് കർത്താവേ, എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് കർത്താവേ, ഈ നിമിഷം എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും അർപ്പിക്കുന്ന എൻ്റെ പ്രാർത്ഥനകളുടെ മേലും ദൈവശക്തി അയക്കണമേ. ആത്മാവിൽ സൗഖ്യം നൽകണമേ. എൻ്റെ കർത്താവും ദൈവവുമായവൻ എൻ്റെ കരം പിടിച്ചുകൊണ്ട് എനിക്ക് പരിപാലകനായിരിക്കണമേ. എനിക്ക് അഭിഷേകമായി ഇറങ്ങണമേ, സൗഖ്യമായി ഇറങ്ങണമേ. എൻ്റെ കുടുംബത്തിന്, എൻ്റെ ജീവിതത്തിന് ഉത്തരമാകണമേ കർത്താവേ, ഉത്തരമാകണമേ കർത്താവേ, സൗഖ്യമാകണേ കർത്താവേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയെ, ഈ നിമിഷം നിന്റെ സ്നേഹത്തിന്റെ സമൃദ്ധിയില്, കാരുണ്യ സമ്പന്നതയില് എന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മേ, ലോകരാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും IMS അമ്മേ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണമേ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു.